എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എള്ളിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് എള്ള്. വളരെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്താണ് പറയുക, എള്ളിൽ തീരാത്ത പ്രശ്നങ്ങളില്ല സ്ത്രീകൾക്ക് എന്നാണ് നമ്മുടെ പണ്ടുള്ള മുതിർന്നവർ പറയാം കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ഒട്ടനവധി ഗുണങ്ങളുള്ള ഒന്നാണ് എള്ള്. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന PCOD. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് സ്ത്രീകൾക്ക് അത് ആ ഒരു PCOD എന്നുള്ള ഒരു ഡിസീസ് നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു അവസ്ഥയാണ്. അപ്പം അത് നമ്മൾ സ്ത്രീകൾക്ക് നോക്കുകയാണെങ്കിൽ നിരവധി പേർക്ക് അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് എള്ള് അതിന് ഒരു പരിധി വരെ നമുക്ക് അത് തടയാം എന്നുള്ളതാണ് കേട്ടോ. എള്ള് കഴിക്കുന്നത് വഴി നമുക്ക് PCODനെ തടയാം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവം, അതായത് ഇറഗുലർ പീരിയഡ്സ് സ്ത്രീകൾക്ക് ചിലർക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ ചേഞ്ച് കൊണ്ടാണ്. അപ്പോൾ ഹോർമോണുകൾ കൃത്യമായിട്ട് അളവിൽ ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ അത് കൂടിയിട്ടും ഒക്കെയാണ് നമുക്ക് ഇറഗുലറായിട്ട് പീരിയഡ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എള്ള് നമ്മൾ ആ സമയത്ത് കഴിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇതും നമുക്ക് കൃത്യമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എള്ളിൽ ധാരാളം കാൽസ്യം, അമിനോ ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് എള്ള് കഴിക്കുന്നത് വഴി തടയാം എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ടും അതുവഴി നമുക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ തടയാനായിട്ടും നമുക്ക് എള്ള് വഴി സാധിക്കും. അപ്പോൾ എള്ളോളമല്ല എള്ളിൻ്റെ ഗുണങ്ങൾ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ഈ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വയറുവേദന. ഒരുപാട് പേർക്ക് ഉണ്ടാവും. നമുക്ക് ചിലർക്ക് വയറുവേദന അല്ലെങ്കിൽ തലവേദന ഒക്കെ ഉണ്ടാവും. അപ്പം പ്രത്യേകിച്ച് നമുക്ക് ആർത്തവ സമയത്തിൽ ഉണ്ടാകുന്ന വയറുവേദന നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അതെങ്ങനെയാണ്? നമ്മൾ എള്ളിൽ നെല്ലിക്ക ചേർത്ത് നമ്മൾ പൊടിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു പരിധി വരെ മാറ്റാൻ പറ്റും. അതെങ്ങനെയാണ്? നമുക്ക് പീരിയഡ്സ് ആവുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മളിങ്ങനെ ചെയ്യണം. എള്ളും നെല്ലിക്കയും ചേർത്ത് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിൽ തേൻ ചേർത്ത് വേണം കേട്ടോ കഴിക്കാനായിട്ട്. ഒരാഴ്ച മുമ്പ്, പീരിയഡ്സ് ആവുന്നതിന് ഒരാഴ്ച മുമ്പേ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വയറുവേദന ഉണ്ടാവില്ല എന്നാണ് കേട്ടോ പറയണത്. അപ്പം ആർത്തവ സമയത്ത് വയറുവേദന മാറ്റാനും നമുക്ക് എള്ള് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനായിട്ട് കൊളസ്ട്രോൾ. ഇന്നത്തെ മാറി വരുന്ന ഭക്ഷണ രീതികൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു അതുകൊണ്ടുണ്ടാകുന്നൊരു ഇതാണ് കൊളസ്ട്രോൾ. ഒരുപാട് പേർക്ക് ഇന്ന് കൊളസ്ട്രോൾ ഉണ്ട്. അപ്പം നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും എള്ള് ഉപയോഗിക്കാം. അപ്പോൾ അതിങ്ങനെയാണ് അത് സാധ്യമാകുന്നത്. നമ്മൾ എള്ള് കഴിക്കുന്നത് വഴി നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ 2 തരം കൊളസ്ട്രോൾ ഉണ്ട്, നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോൾ. അപ്പോൾ നമ്മൾ എള്ള് കഴിക്കുന്നത് വഴി നമുക്ക് ചീത്ത കൊളസ്ട്രോൾ കുറച്ച്, അതിൻ്റെ അളവ് കുറച്ച് നല്ല കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് കേട്ടോ അടുത്തൊരു കാര്യം. അപ്പോൾ ഇത്തരം ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് കൂടാതെ നമുക്ക് കേശ സംരക്ഷണത്തിനും നമുക്ക് എള്ള് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ നരമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടിക്ക് കറുപ്പും താരനും ഒക്കെ പോകാനായിട്ട് നമുക്ക് എള്ള് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണത്തിനും നമുക്ക് എള്ള് ഉപയോഗിക്കാം. എള്ളിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ നമുക്ക് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള എള്ള് ചില്ലറക്കാരനല്ല എന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. നമുക്ക് പണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്, എള്ള് തിന്നാൽ എല്ലും തിന്നാം എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ അത്രയധികം ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് എള്ള് എന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എള്ള്, കറുത്ത എള്ളോ വെളുത്തുള്ളോ രണ്ടും ഒരുപോലെ തന്നെ ഗുണമുള്ളതാണ് കേട്ടോ. രണ്ടും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് എള്ള് നമ്മുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ പറമ്പിലോ കുറച്ച് പാവി കഴിഞ്ഞാൽ അതിൻ്റെ ഇലയും നമുക്ക്
അതിൻ്റെ ഇലയും നമുക്ക് കഴിക്കാവുന്നതാണ്. അതിനും ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.